ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ടേബിൾ ഡെക്കോർ ചെയ്തെടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടിയുള്ള A4 സൈസിലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 8 സെൻറ്റിമീറ്ററും ഈ സൈഡിൽ 3.5 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 5.5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ 5.5 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നെ ചെയ്യാം. ഇനി അത് ഒരു റെക്റ്റാങ്കിൾ ആക്കി എടുക്കാം. ഇനി അത് റെക്റ്റാങ്കിൾ ആക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിൽ നിന്ന് മേലോട്ടും താഴോട്ടും 2 സെൻറ്റിമീറ്റർ ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ മാറ്റിയിട്ടാണ് ഇത് 5.5 സെൻറ്റിമീറ്റർ ആക്കി എടുക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലിലും കൂടെ ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലും കൂടെ ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മാർക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇതും കൂടെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വരച്ചെടുത്തതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് മാർക്ക് ചെയ്യുക. അതായത് 8 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 4 വെച്ചിട്ട് മാർക്ക് ചെയ്ത് എന്നിട്ട് ആടുന്ന് മേലോട്ടേക്ക് ഒരു 8 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ നിന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതൊരു ആർക്ക് പോലെ വരച്ചെടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ ആർക്ക് പോലെ വരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അടുക്ക് ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വേണം. അങ്ങനെ ആർക്ക് വരച്ചെടുക്കാം. ഞാൻ ഇത് ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ 3.5 സെൻറ്റിമീറ്റർ ഉള്ളത് 5.5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്താ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കുറച്ചൊരു സ്റ്റിക്കർ ടൈപ്പ് ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലെല്ലാം. ഇനി ഇതിനൊക്കെ നമുക്ക് കളർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇതിൽ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിക്കർ പോലത്തെ സാധനമില്ലേ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒട്ടിച്ച് ഈ കാണുന്നത് പോലെ എല്ലാം ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സാധനം ഇതുപോലെ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഭാഗത്ത് പശ വെച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോ പോലത്തുള്ള സ്റ്റിക്കർ അതിൻ്റെ സൈഡിലും കൂടെ ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേബിൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.